heritage and headlines. Sri Rama 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 Sri Ramachandra Jaya Sri Rama 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 Sri Ramabhadra Jaya Sri Rama 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 Sita Abhirama Jaya Sri Rama 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 ലോകാഭിരാമ ജയ. കേരളത്തിൽ തന്നെ വയനാടൻ രാമായണമുണ്ട്, മാപ്പിള രാമായണവുമുണ്ട്. അത് മാപ്പിളപ്പാട്ടിലെ ഛായ രാമായണം, സീതാ ബീവി എന്നാണ് സീതയെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത്ഭുത രാമായണം, ആനന്ദ രാമായണം, ഇങ്ങനെ രാമായണത്തിൽ പല പാഠഭേദങ്ങളുണ്ട്. എൻ്റെ ഒരു സങ്കല്പം അനുസരിച്ച്, ഇതെന്റെ ഒരു വിലയിരുത്തലാണ്, സത്യത്തിൽ ശുഭാന്തങ്ങളാണ് നമ്മുടെ മഹാകാവ്യങ്ങളെല്ലാം. അങ്ങനെ നോക്കുമ്പോൾ വാൽമീകിയുടെ രാമായണം അയോധ്യയിൽ തിരിച്ച് രാമനും സീതയും എത്തി അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് വരെയാണ്. പിന്നെയുള്ള ഉത്തര രാമായണം കൂട്ടിച്ചേർക്കലാണ്, ഉപേക്ഷിക്കുന്നതും ഉൾപ്പെടെ. ബാലകാണ്ഡവും കൂട്ടിച്ചേർത്തത് തന്നെയാണെന്ന് പറയുന്നു. ദൈവികമായ രീതി അനുസരിച്ച് സീതയെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് പറയാം. കാരണം സീത നിന്ന മണ്ണോടെടുത്താണ് പുഷ്പവിമാനത്തിൽ കൊണ്ടുവന്ന് സ്പർശിക്കാൻ പറ്റിയിട്ടില്ല. നമസ്കാരം. രാമായണ പൊരുൾ തേടിയുള്ള നമ്മുടെ യാത്രയിൽ സീതയുടെ കഥയാണല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു തുടങ്ങിയത്. മഹാരാജാസ് കോളേജിലെ മലയാളം അധ്യാപിക ഡോക്ടർ മഞ്ജു വി മധുവാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. സീതയുടെ കഥയുടെ തുടർച്ചയുമായി മഞ്ജു ടീച്ചർ നമ്മോടൊപ്പമുണ്ട്. മഞ്ജു ടീച്ചറിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അല്ലേ? നമസ്കാരം. നമസ്കാരം. നമുക്ക് തന്നെ അറിയാം എത്രയെത്ര കാവ്യങ്ങളാണ് സീതയെ കുറിച്ച്. ഈ കാവ്യങ്ങളിലെല്ലാം ശ്രീരാമനെ കുറ്റപ്പെടുത്തുന്നവർക്ക് പോലും സീതയിൽ തെറ്റ് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ രാമായണത്തിന് നിരവധി അപനിർമ്മാണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ അപനിർമ്മാണങ്ങളിൽ പലതിലും രാമനെ പ്രതിനായകനുമാക്കുന്നുണ്ട്. വയലാറിന്റെ രാവണപുത്രി പോലും ചെറിയൊരു അപനിർമ്മാണം തന്നെയാണ്. പക്ഷെ ഇവിടെയെങ്ങും സീതയെ ഒരു പ്രതിനായികയാക്കിയ ഒരു രാമായണം നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ നോക്കുമ്പോൾ വാസ്തവത്തിൽ രാമന്റെ അയനമാണോ സീതയുടെ അയനമാണോ രാമായണം എന്ന് ചോദിച്ചാൽ പുരുഷോത്തമനാണ് രാമൻ. ശ്രീകൃഷ്ണനേക്കാളും സദ്ഗുണങ്ങളുടെ എല്ലാ ഗുണങ്ങളുടെയും വിളനിലമായി പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് രാമൻ. പക്ഷെ രാമനേക്കാൾ മഹത്വപൂർണമായ ഒരു കഥാപാത്ര ചിത്രീകരണമാണ് സീത. അത് ദൈവികമായ സങ്കല്പത്തിലാണെങ്കിലും മാനുഷികമായ സങ്കല്പത്തിലാണെങ്കിലും ഈ സീതയാക്കിയത് സീതയുടെ സഹോദരിമാരാണ് എന്നും ഒരു സങ്കല്പമുണ്ട്. ഇപ്പോൾ ഇതിഹാസത്തിലെ ആ നിശബ്ദതയെ അന്വേഷിച്ചിറങ്ങിയവർ സീതയുടെ 3 സഹോദരിമാരെ കണ്ടെത്തുന്നുണ്ട്: ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി. ഇതിൽ ജനകന്റെ മകളാണ് ഊർമിള. ജനകന്റെ സഹോദരനായ കുശധ്വജന്റെ മക്കളാണ് മാണ്ഡവിയും ശ്രുതകീർത്തിയും. വാസ്തവത്തിൽ ഈ 14 വർഷം മാണ്ഡവിയും ശ്രുതകീർത്തിയും ഊർമിളയും എല്ലാം എന്ത് ചെയ്തിരുന്നു? അതിൽ തന്നെ മാണ്ഡവി നമുക്ക് ചിന്തിച്ചു നോക്കാം. ഈ രാമൻ കാട്ടിൽ പോയ 14 വർഷം വാസ്തവത്തിൽ ഭരതനാണ് രാജാവ്. എന്നാൽ ഒരിക്കലെങ്കിലും അയോധ്യയുടെ റാണിയായി നമ്മൾ മാണ്ഡവിയെ കണ്ടിട്ടില്ല. ഭർത്താവ് തൊട്ടടുത്തുണ്ട്. കൗമാരം കഴിഞ്ഞ് യൗവനത്തിലോട്ട് കാലുകുത്തുന്ന സമയം ഭർത്താവ് തൊട്ടടുത്ത നന്ദിഗ്രാമത്തിലുണ്ട്. ഒരു ദിവസം അയോധ്യയുടെ റാണിയായി ഭർത്തൃ സാമീപ്യത്തിൽ മാണ്ഡവിക്ക് കഴിയാൻ പറ്റിയിട്ടില്ല. ശ്രുതകീർത്തിക്കും പറ്റിയിട്ടില്ല. ശ്രുതകീർത്തി പിന്നെ റാണിയല്ല, കാരണം ശത്രുഘ്നനല്ല, ഭരതനാണ് രാജാവ്. ഈ 14 വർഷം ആ അന്തഃപുരത്തിലെ അമ്മമാരുടെ പരിചരണവും രാജ്യകാര്യങ്ങളിൽ ഉള്ള റാണിമാർ ചെയ്യേണ്ടതും ചെയ്തുകൊണ്ട് ആ നിശബ്ദതയുടെ ആ രൂപങ്ങളായി സീതയുടെ സഹോദരിമാർ വളർന്നു, ജീവിച്ചു. അവരും യഥാർത്ഥത്തിൽ സഹനത്തിന്റെ പ്രതീകങ്ങൾ തന്നെയല്ലേ? ആണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഭാരതീയ സ്ത്രീത്വത്തിന്റെ മാതൃകകളായി നമുക്ക് ഈ 4 സ്ത്രീകളെ, അതിൽ തന്നെ സീതയെ നമുക്ക് പൂർണ്ണമായും കാണാം. ആ ഉത്തര രാമായണത്തിലെ ഭാഗങ്ങൾ കൂടി എടുത്താൽ നരകയാതനയ്ക്കിടയിലും സ്വാഭിമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിത നാടകത്തിലെ എല്ലാ രംഗങ്ങളും കൃത്യമായി ചെയ്തു തീർത്ത ഭാരതീയ സംസ്കാരത്തിന്റെ ആത്യന്തിക സത്ത തന്നെയാണ് സീതാദേവി
എന്ന് പറയേണ്ടി വരും എന്നല്ല, എന്ന് പറയാം. രാമായണം തന്നെ പല രാമായണങ്ങളുണ്ട് അല്ലേ? ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞത് വാൽമീകിയുടെ രാമായണം. വാൽമീകിയുടെ രാമായണമാണ് ആദ്യ കാവ്യമായിട്ട് നമ്മൾ പറയുന്നത്. ഇതിഹാസങ്ങൾ അല്പം അയവുള്ളതാണ്. കാരണം ഒരുപാട് പാഠങ്ങൾ നിർമ്മിക്കാൻ അവർ നമുക്ക് അവസരം തന്നു. എൻ്റെ ഒരു സങ്കല്പം അനുസരിച്ച്, ഇതെൻ്റെ ഒരു വിലയിരുത്തലാണ്, ശുഭാന്തങ്ങളാണ് നമ്മുടെ മഹാകാവ്യങ്ങളെല്ലാം. അങ്ങനെ നോക്കുമ്പോൾ വാൽമീകിയുടെ രാമായണം അയോധ്യയിൽ തിരിച്ച് രാമനും സീതയും എത്തി അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് വരെയാണ്. പിന്നുള്ള ഉത്തര രാമായണം കൂട്ടിച്ചേർക്കലാണ്. ബാലകാണ്ഡവും കൂട്ടിച്ചേർത്തത് തന്നെയാണെന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് വാൽമീകി രാമായണം തന്നെയാണ്. പക്ഷെ വാൽമീകി രാമായണത്തെക്കാൾ മഹാവിഷ്ണുവിന്റെ അവതാരം എന്ന ഭാവത്തിൽ അമാനുഷികത രാമനിൽ കണ്ടെത്തിയത് ആധ്യാത്മിക രാമായണത്തിലാണ്. കമ്പരാമായണം, ആനന്ദരാമായണം, അങ്ങനെ കുറച്ച് രാമായണങ്ങളുണ്ട്. ഈ രാമായണങ്ങളിൽ വാസ്തവത്തിൽ ഇത് എഴുതിയവരുടെ ഭാവന കൂടി കലർന്നിട്ടുണ്ടെന്ന് പറയാം. ഉദാഹരണം, അത്ഭുത രാമായണത്തിൽ നമ്മൾ വായിക്കുന്ന കഥ എന്താന്ന് ചോദിച്ചാൽ, ബൃത്സമദൻ എന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മഹാലക്ഷ്മിക്ക് സമാനിയായ ഒരു മകളെ കിട്ടാൻ വേണ്ടി അദ്ദേഹം പാൽ എന്നും ദർഭപ്പുല്ലിലെടുത്ത് പൂജിച്ച് ഒരിടത്ത് സൂക്ഷിച്ചു. ആ സമയത്ത് രാവണൻ മഹർഷിമാരെ എല്ലാം മുറിവേൽപ്പിച്ച് അവരുടെ രക്തം ശേഖരിക്കുന്നുണ്ടായിരുന്നു. ഈ ഗൃത്സമദൻ മഹർഷി പാല് പൂജിക്കുന്നതറിഞ്ഞ രാവണൻ ഒരു ദിവസം ഈ പാല് മോഷ്ടിച്ചോണ്ടിങ്ങി പോന്നു. എന്നിട്ട് ഈ പാലും രക്തവും കൂടെ ചേർത്ത് മണ്ഡോദരിക്ക് കൊടുത്തു. ഭർത്താവിന്റെ സ്വഭാവ വൈകല്യങ്ങളിൽ മനം നൊന്ത മണ്ഡോദരി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇത് കഴിച്ചു. എന്നാൽ ആ പാനീയം മണ്ഡോദരിയെ ഗർഭിണിയാക്കി. അങ്ങനെ ഉണ്ടായ കുഞ്ഞാണ് സീത എന്നാണ്. അത്രമാത്രം വിചിത്രങ്ങളായ, അതായത് മൂലകഥയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിരവധി പാഠഭേദങ്ങൾ രാമായണത്തിനുണ്ട്. കേരളത്തിൽ തന്നെ വയനാടൻ രാമായണമുണ്ട്, മാപ്പിള രാമായണവുമുണ്ട്. അത് മാപ്പിളപ്പാട്ടിലെ ഛായ രാമായണം, സീതാ ബീവി എന്നാണ് സീതയെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത്ഭുത രാമായണം, ആനന്ദ രാമായണം, ഇങ്ങനെ രാമായണത്തിൽ പല പാഠഭേദങ്ങളുണ്ട്. അതുപോലെ ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ പോലും രാമായണമുണ്ട്. ആര്യാവർത്തം എന്ന് പറയുന്നത് ഈ പല രാജ്യങ്ങൾ, അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൂടി ചേർന്നതാണെന്നും അവിടെയെല്ലാം രാമായണം പ്രചരിച്ചിരുന്നെന്നും അഭിപ്രായമുണ്ട്. ഈ ഇന്തോനേഷ്യ, തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ പോലും രാമായണം പ്രചാരത്തിലുണ്ട്. പക്ഷെ ഈ രാമായണത്തിന്റെ പാഠഭേദങ്ങളിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സീതയുടെ ജനനം തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വേദവതിയുടെ മകളാണ് സീത എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം സീതയെ കണ്ടപ്പോൾ രാവണന് അത്രമാത്രം ആഗ്രഹം തോന്നാൻ കാരണം വേദവതിയെ വിവാഹം കഴിക്കണം എന്ന് രാവണന് ആഗ്രഹമുണ്ടായിരുന്നു. രാവണൻ ആഗ്രഹിച്ച സ്ത്രീകളെ എല്ലാം രാവണൻ വിവാഹം കഴിക്കുകയും ചെയ്തു. വേദവതി പക്ഷെ തിരിഞ്ഞിന്ന് ശപിച്ചിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. ആ വേദവതിയുടെ ഛായ സീതയിൽ അല്പം ഉണ്ടായിരുന്നു എന്ന ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണ് രാവണന് സീതയോട് ഇത്രമാത്രം താല്പര്യം തോന്നിയത് എന്ന് പറയുന്നുണ്ട്. രാവണന് സീതയോട് താല്പര്യം തോന്നിയത് മണ്ഡോദരിയുടെ ഛായ മണ്ഡോദരിയുടെ മകളാണെന്നൊരു പാഠഭേദമുണ്ട്. മണ്ഡോദരിയുടെ ഛായ ഉണ്ടായിട്ടാണ് എന്ന് ശ്രീകണ്ഠൻ നായർ എഴുതിയ ലങ്കാലക്ഷ്മിയിൽ പറയുന്നുണ്ട്. അത് കാഴ്ചയിൽ നിന്റെ ഛായ ഉള്ളത് എന്നെ ഭ്രമിപ്പിച്ചു. അപ്പം മണ്ഡോദരി തിരിച്ചു പറയുന്നുണ്ട്, അത് ഛായയല്ല, എനിക്കും അവൾക്കും ഒരു സമാനതയുണ്ട്, ഞങ്ങൾ രണ്ടും പതിവ്രതകളാണ്. ആ ഒരു ഛായ സാമ്യം ഒരുപക്ഷെ രാവണനെ ആകർഷിച്ചു എന്ന് പറയും. ശൈവചാപമൊടിച്ച് രാമൻ സീതയെ വിവാഹം കഴിച്ചു. സീത അയോധ്യയിലെത്തി. പട്ടാഭിഷേകത്തിന് തൊട്ടു മുമ്പ് അച്ഛന്റെ സത്യം പാലിക്കാൻ വേണ്ടി രാമൻ കാട്ടിൽ 14 വർഷത്തേക്ക് പോയി. വനവാസത്തിന് പോയ രാമനെ സീത പിന്തുടർന്നു. അവിടെ വെച്ച് സ്വർണ്ണമാനിനെ കണ്ടു. ആ കഥ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയാണ്. സീതയുടെ അന്തർധാനത്തെ കുറിച്ചാണ് പിന്നെ പാഠാന്തരങ്ങളുള്ളത്. മായാസീത എന്നൊരു സങ്കല്പം രാമായണത്തിൽ പറയുന്നുണ്ട്. രാവണൻ സീതയെ മോഷ്ടിക്കുന്നതിന് തൊട്ടു മുമ്പ് അഗ്നിദേവൻ രാമന്റെ അടുക്കൽ യോഗശക്തി കൊണ്ടൊരു മായാസീതയെ സൃഷ്ടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം യഥാർത്ഥ സീതാദേവിയെ അഗ്നിദേവന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. സുരക്ഷിതയായി അവിടെ പാർപ്പിക്കുന്നു. ഒടുവിൽ രാമരാവണ യുദ്ധത്തിന് ശേഷം രാവണൻ മരിച്ചു. അത് കഴിഞ്ഞ് ചാരിത്രശുദ്ധി തെളിയിക്കാൻ വേണ്ടി അഗ്നിപ്രവേശം ചെയ്യുന്ന സീത യഥാർത്ഥത്തിൽ മായാസീതയാണ്. അഗ്നിദേവൻ മായാസീതയെ തിരിച്ചെടുക്കുന്നു, പകരം യഥാർത്ഥ സീതയെ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് രാമായണത്തിലെ മായാസീത എന്ന സങ്കല്പം പറയുന്നത്. പിന്നെ പൊതുവെ അധ്യാത്മ രാമായണം അനുസരിച്ച് അധർമ്മത്തിന്റെ മുകളിൽ ധർമ്മത്തിനുള്ള വിജയമാണ് രാമായണം. അത് സീതയെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്യമം എന്നതിനപ്പുറം അധർമ്മത്തിനു മേളിൽ ധർമ്മത്തിനുള്ള,
രാവണൻ എന്നും ഏറ്റവും ശ്രേഷ്ഠമായതിനെ അന്വേഷിച്ചു പോയി. രംഭയെ പോലെയുള്ള ദിവ്യ സ്ത്രീകളുടെ ലാവണ്യം ഉൾപ്പെടെയുള്ളത് നാഗലോകത്ത് വരുണലോകത്ത് ഏറ്റവും സുന്ദരികളെ ഏറ്റവും ശ്രേഷ്ഠമായതിനെ, കാരണം അത്രമാത്രം അരികുവൽക്കരണം ചെറുപ്പത്തിൽ രാവണൻ നേരിട്ടിരുന്നു. ചന്ദ്രഹാസം, പുഷ്പവിമാനം, അങ്ങനെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമയാണ് സീതയെന്ന് മനസ്സിലാക്കിയിട്ടാകണം സീതയിൽ ഇത്രമാത്രം താല്പര്യം. അത് ലങ്ക നശിക്കും എന്നുണ്ടായിട്ട് പോലും സീതയെ തിരിച്ചു കൊടുക്കാൻ രാവണൻ തയ്യാറാകുന്നില്ല. പക്ഷേ സീതയുടെ പാതിവൃത്യത്തിന്റെ ശക്തി അലൗകികമായിരുന്നു. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായതിനെ എല്ലാം രാവണൻ നേടിയെടുത്തു. പക്ഷേ സീതയെ സ്പർശിക്കാൻ, ആ ഒരു രാക്ഷസ വീര്യത്തിന് സീതയെ സ്പർശിക്കാൻ പോയിട്ട് സീതയുടെ സമീപത്തെത്താൻ പോലും പറ്റുന്നില്ല. സീതയിൽ ഒളിഞ്ഞിരുന്ന ആത്യന്തിക ശക്തി നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നു. പിന്നെ സീതയുടെ സഹോദരിമാർ ഒരു കിളിയുടെ കരച്ചിൽ കണ്ടുകൊണ്ടാണ് വാൽമീകി കവിത എഴുതിയത്. അതായത് ഒരു കിളിയുടെ വേദന പോലും വാൽമീകിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. ആ വാൽമീകി പോലും കവിതയുടെ വഴികളിൽ ബോധപൂർവം മറക്കുകയോ മറക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണോ ഇവരെ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. ഒരുപക്ഷെ രാമന്റെ സീതയുടെയും കഥ വിശദീകരിക്കുമ്പോൾ ചിലരെ നിശബ്ദരാക്കണം എന്ന് വാൽമീകി ചിന്തിച്ചിട്ടുണ്ടാകാം. അതായിരിക്കണം ഒരുപക്ഷെ ഇതിഹാസത്തിന്റെ കാണാപ്പുറങ്ങളിലേക്ക് മാണ്ഡവി ശ്രുതകീർത്തിയുമെല്ലാം നടന്നു മറിഞ്ഞത്. ഈ കനകം മൂലം കാമിനി മൂലം ദുഃഖം ഉണ്ടാവുന്നതാണല്ലോ. രാവണനും അത് തന്നെ സംഭവിച്ചു. പക്ഷെ കനകവും കാമിനിയും എന്നതിനപ്പുറം ശ്രേഷ്ഠമായ കനകവും ശ്രേഷ്ഠമായ കാമിനിയുമായിരുന്നു. രാവണന് സുന്ദരികളെ കിട്ടാൻ പഞ്ഞമുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഏറ്റവും ലക്ഷണങ്ങളെല്ലാം ഒത്ത സ്ത്രീ ആയിരുന്നു സീത. അതാണ്. പക്ഷെ രാവണന് സീതയെ ഒന്ന് സ്പർശിക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷെ സ്പർശിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല, പിടിച്ചോണ്ടാണല്ലോ വരുന്നത്. ഇല്ല, അത് ദൈവിക പരിവേഷം അനുസരിച്ച് സീത നിന്ന ഭൂമി മുഴുവൻ കൂടി എടുത്ത്, സീത സ്പർശിക്കാൻ പറ്റിയില്ല. സീത നിന്ന ഭൂമി മുഴുവനും കൂടി എടുത്താണ് കൊണ്ടുപോകുന്നത്. ദൈവികമായ രീതി അനുസരിച്ച് സീതയെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് പറയാം. കാരണം സീത നിന്ന മണ്ണോടെടുത്താണ് പുഷ്പവിമാനത്തിൽ കൊണ്ടുപോകുന്നത്. സ്പർശിക്കാൻ പറ്റിയിട്ടില്ല. കാരണം സീത മഹാലക്ഷ്മിയുടെ അവതാരമാണ്. മഹാവിഷ്ണുവിന്റെ അവതാരമായ പുരുഷന് മാത്രമേ സീതയെ സ്പർശിക്കാൻ പറ്റൂ. പക്ഷെ മാനുഷികമായ ഭാവം അനുസരിച്ച് നമുക്ക് വേറൊരു രീതിയിൽ പറയാം. കാരണം രാവണൻ താല്പര്യമില്ലായിരുന്ന പതിവ്രതയായ സ്ത്രീയെ സ്പർശിച്ചാൽ ആപത്തുണ്ടാകുമെന്ന് ഭയന്നു. എങ്ങനെയെങ്കിലും സ്വന്തം ഐശ്വര്യം കാട്ടി സീതയുടെ മനസ്സ് മാറ്റാം എന്ന് ഒരുപക്ഷെ രാവണൻ വ്യാമോഹിച്ചിട്ടുണ്ടാകാം. ഒരുപാട് മറ്റ് ലോകങ്ങളിലുള്ള വരുണ ലോകത്ത് അപ്സരസുകള് അവരെല്ലാം ഒരുപാട് പേർ രാവണന്റെ ഐശ്വര്യവും കണ്ട് രാവണന്റെ പത്നിമാരാകാൻ തയ്യാറായി. സീത അതിന് തയ്യാറാകും എന്ന് രാവണൻ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം. മാത്രമല്ല പ്രതികാര മനോഭാവം, സ്വന്തം സഹോദരിയുടെ ഭംഗം വരുത്തിയവരുള്ള പ്രതികാരം മനസ്സിലുണ്ടായിരുന്നു. എന്നിട്ട് പോലും സീതയെ അത് മാനുഷിക ഭാവത്തിലാണ് പറയുന്നത്. ഉപദ്രവിക്കാൻ രാവണൻ തയ്യാറാകാഞ്ഞത് സീതയുടെ പാതിവൃത്യത്തെ ഭയന്ന് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ സീതയുടെ പാതിവൃത്യം രാവണനെ പോലും വിനയവാനാക്കി എന്ന് നമ്മൾ പറയേണ്ടി വരും. രാമൻ സീതയെ അഗാധമായി സ്നേഹിച്ചിരുന്നു. പക്ഷെ രാജാവിന്റെ ഒന്നാമത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ രാജ്യമായിരുന്നു അന്ന്. അത് മനസ്സിലാക്കി രണ്ടാമത്തെ ഭാര്യ ഉപേക്ഷിക്കുന്നു. സീതയും ഒരുപക്ഷെ അതനുസരിച്ച് അത് ഉൾക്കൊണ്ട് കാണണം. രാജ്യതന്ത്രജ്ഞത അങ്ങനെയായിരുന്നു. അതെ അതെ. ഓക്കെ ടീച്ചർ, താങ്ക് യു സോ മച്ച്. വോയിസ് ഓഫ് കുട്ടൂരിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഈസ് രാധാകൃഷ്ണൻ കുട്ടൂർ സൈനിങ് ഓഫ് ഫ്രം വോയിസ് ഓഫ് കുട്ടൂർ, ബ്രിഡ്ജിംഗ് ഹെറിറ്റേജ് ആൻഡ് ഹെഡ്ലൈൻസ്. താങ്ക് യു. വാണിടുക നാരദമെന്നുടെ നാവു തന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ.